നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ ഇനി മുതൽ ഒരു ചെറിയ മാറ്റം വരുന്നു. വലിയ മാറ്റങ്ങൾക്കായുള്ള ഈ തുടക്കം ഒന്ന് ശ്രദ്ധിക്കുക. ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തന്നെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ജൂലൈ 1 മുതൽ ഉപഭോക്താക്കൾ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പണം നൽകേണ്ടി വരുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇതിന്റെ ഭാഗമായി ചില റീറ്റെയിലർമാർ ഓൺലൈൻ ഡെലിവറികൾക്ക് ജൂലൈ 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകൾ നൽകില്ലെന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്, പേപ്പർ, ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് മെറ്റീരിയലുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന എല്ലാ ബാഗുകൾക്കും 25 ഫിൽസ് വീതമാണ് നിർബന്ധിത താരിഫ് ഈടാക്കുക. പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയാണ് 2 വർഷത്തിനുള്ളിൽ ഇത്തരം ബാഗുകൾ പൂർണ്ണമായും ദുബായിൽ നിന്ന് നിരോധിക്കാൻ എമിറേറ്റ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ ഉപഭോക്താക്കൾ ഇതിനോട് പൊരുത്തപ്പെടുമെന്നാണ് അധികാരികളുടെ പ്രതീക്ഷ. ദുബായിലെ എല്ലാ സ്റ്റോറുകളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഓരോ ബാഗിനും 25 ഫിൽസ് വീതം നിർബന്ധമായും ഈടാക്കണം. പുനരുപയോഗിക്കാവുന്ന തരത്തിലോ മറ്റോ ഉള്ള ബാഗുകൾ സ്റ്റോറുകൾ നൽകുകയാണെങ്കിൽ അവകൾക്ക് വ്യത്യസ്ത ചാർജ് ഈടാക്കാമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഓർഡറുകളിൽ പഴങ്ങളും പച്ചക്കറികളും ഒഴികെ മറ്റുള്ള വസ്തുക്കൾ പ്ലാസ്റ്റിക് ബാഗുകളിൽ വിതരണം ചെയ്യില്ലെന്നാണ് ചില വ്യാപാരികളുടെ തീരുമാനം. പകരം ഉപഭോക്താക്കൾക്ക് അവരുടെ ഓർഡറുകൾ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ബാഗുകൾ പ്രത്യേക ചാർജ് നൽകി ഓർഡർ ചെയ്യാവുന്നതാണ്. പാക്കിംഗ് ചെയ്യൽ നിർബന്ധമില്ലാത്ത വസ്തുക്കൾ അത്തരത്തിലും ഓർഡർ ചെയ്യാൻ സൗകര്യം ഒരുക്കുകയും ചെയ്യും. 50 ഫിൽസിന് പുനരുപയോഗിക്കാവുന്ന ബാഗുകളും 2.50 ദിർഹത്തിന് തുണി ബാഗുകളും കാർഡ്ബോർഡ് ബോക്സുകളും അടക്കം വിപുലമായ ബദലുകളാണ് പല വ്യാപാര സ്ഥാപനങ്ങളും വാഗ്ദാനം ചെയ്യുന്നത്. ഷോപ്പിംഗിന് ഇറങ്ങുന്നവർ വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം ബാഗുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് അധികൃതരുടെ ഉപദേശം. ഈ മാസം 1 മുതൽ അബുദാബിയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിരുന്നു. ഇത്തരം കപ്പുകൾ, സ്ട്രോകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, കോട്ടൺ ബഡ്സ് തുടങ്ങി 16ഓളം ഉൽപ്പന്നങ്ങളും ഈ പരിധിയിൽ വരും. ചില സൂപ്പർ മാർക്കറ്റുകൾ ഇതിനകം തന്നെ പുതിയ ഇനം പേപ്പർ ബാഗുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.